ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അറിയോ? ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഔട്ട് ഓഫ് പേ നമ്മൾക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ പല പരസ്യങ്ങളും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പോൾ അതിൽ വരുന്ന ഒരുപാട് അഡ്വർടൈസ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാണിക്കും ഒരു റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം, 9 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. അതുപോലെ പല പല റേറ്റുള്ള ഓഫറുകളാണ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യും, അത് ഓപ്പൺ ആക്കും. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച ട്രയലിംഗ് ആണ്. അത് 1 രൂപ കൊടുത്തിട്ട് നമുക്ക് പേ ചെയ്തിട്ട് ഇത് ചെയ്യാം. ഒരാഴ്ച ട്രയലിംഗ് ചെയ്തിട്ട് നോക്കാം. ഇതേപോലത്തെ ആപ്പുകളൊക്കെ നല്ല ആപ്പുകളാണ്. ആപ്പുകളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 രൂപയോ ഇതേപോലെ പിന്നെ 10 രൂപയോ 1 രൂപയോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ട്രയലിന് കയറും. നമ്മൾ കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഔട്ട് ഓഫ് പേ സിസ്റ്റം കൊടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇനി ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, പേടിഎം ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ ആപ്പ് വെച്ചിട്ട് നമ്മൾ ഔട്ട് ഓഫ് പേ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മൾ അവിടെ കിടക്കും. ഇത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും ഏതാണോ ഡേറ്റ് ആ ഡേറ്റിന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയോറില്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ ഇതുപോലുള്ള ഔട്ട് ഓഫ് പേ എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യുക, ഈ പെർമനന്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, പേടിഎം ഏതും ആയിക്കോട്ടെ, അതിൽ കയറി ഔട്ട് ഓഫ് പേ ഓപ്പൺ ആണോ എന്ന് നോക്കുക. അതിനുശേഷം അതിൽ നിന്ന് ആദ്യം ഔട്ട് ഓഫ് പേ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഞാനത് സ്ക്രീൻ റെക്കോർഡ് സഹിതം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിനായി നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ആണോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഗൂഗിൾ പേ കൊണ്ടുതന്നെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ശേഷം ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാണാൻ പറ്റുന്ന 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം മുകളിലുള്ള പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോയി കഴിഞ്ഞാൽ QR കോഡ് എന്നതിന് താഴെയായിട്ട് ഔട്ട് ഓഫ് പേ നിങ്ങൾ ഓപ്പൺ ആണെങ്കിൽ അവിടെ ഓപ്ഷൻ കാണിക്കും. ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് പേ ഓപ്പൺ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട് ഓഫ് പേ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ 2 എണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ലൈവിലായിട്ട് തന്നെ ഒന്ന് ഗൂഗിളിൻ്റെ ആണ്, അതെനിക്ക് ആവശ്യമുള്ളതാണ്. രണ്ടാമത്തത് സൂപ്പർനോവ എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂപ്പർനോവ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ സൂപ്പർനോവയിൽ എനിക്ക് ഏകദേശം ഒരു മാസം 300 രൂപ വെച്ചിട്ട് പോകുന്നുണ്ട്, 299 രൂപ. ഇത് 3 മാസമായി എനിക്ക് പോകുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുമോ? ഇതിൻ്റെ താഴെ തന്നെ ഓപ്ഷൻ കാണിക്കും, ക്യാൻസൽ ഔട്ട് ഓഫ് പേ എന്നുള്ളത്. അപ്പോൾ ക്യാൻസൽ ഔട്ട് ഓഫ് പേയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ക്യാൻസൽ ഔട്ട് ഓഫ് പേ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഔട്ട് ഓഫ് പേ ഇവിടുന്ന് ക്യാൻസലായി, ഔട്ടോ ക്യാൻസൽഡ് ആയി. നമുക്ക് മെസ്സേജും വന്നു, മേലെ ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജും വന്നു. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. ഓക്കെ, ബൈ.